नमस्कार। हिंदी जो हमारे देश की आत्मा है, हमारी सांस्कृतिक परंपराओं और भावनाओं की अभिव्यक्ति का माध्यम है। हर साल 10 जनवरी को हम विश्व हिंदी दिवस के रूप में मनाते आ रहे हैं। यह दिन न केवल हिंदी भाषा के वैश्विक प्रचार प्रसार का प्रतीक है, बल्कि हमें अपनी जड़ों से जोड़ने का एक सुनहरा अवसर भी प्रदान करता है। तो आइए आज के इस कार्यक्रम में हम सब मिलकर हिंदी की सुंदरता, विविधता और महत्व को उत्साहपूर्वक मनाएं। നമസ്കാരം. ഈ പരിപാടിയുടെ തുടക്കം ദീപപ്രജ്വലനത്തോടെ നിർവഹിക്കുന്നതിനായി സദസ്സിലിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. प्रार्थना के लिए आन मरिया को आमंत्रित करती हूँ। हमको मंगी शक्ति देना, मन विजय करे, दूसरों की जय से पहले खुद की जय करे। हमको मंगी शक्ति देना, भेद भाव अपने दिल से साफ कर सके, दूसरों से भूल हो तो माफ कर सके, झूठ से बचे रहे, सच कदम भरे, दूसरों की जय से पहले खुद की जय करे। हमको मंगी शक्ति देना, मन विजय करे, दूसरों की जय से पहले खुद की जय करे। हमको मंगी शक्ति देना। धन्यवाद आत्मरिया। പറയുന്നതിന് മുമ്പേ ഒരു അനുശോചന പറയാനുണ്ട്, നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം ഇന്നലെ നമ്മെ വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔപചാരികം ഇന്ന് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വച്ചിട്ടുണ്ട്. നാളെയാണ് അതിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. നമ്മളെയൊക്കെ എപ്പോഴും തൻ്റെ
ഗാനാലാപനം കൊണ്ട് ആനന്ദ നൃത്തമാടിയിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റു പല ഭാഷകളിലും പാടിയിട്ടുള്ളതുകൊണ്ട് ഭാരതത്തെ തന്നെ മുഴുവൻ ആസ്വാദകരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു മിനിറ്റ് നേരം ആ ആത്മാവിന് ഉത്സാഹം നേരുന്നതിന് വേണ്ടി നമുക്ക് നേടിയിട്ടിരുന്ന മൗനമായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ശശി തരൂർ എം.പി. അവരുടെ അധ്യക്ഷൻ ശ്രീ ഗോമാസ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ സദസ്സിലുള്ള തങ്കപ്പന്നാർ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, അധ്യാപക വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, ഹിന്ദി പ്രേമികൾ, ജീവനക്കാർ, എല്ലാവർക്കും നമസ്കാരം. ഒരു സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ തിരക്കേറിയ സമയത്തിനിടയിലാണ് അദ്ദേഹം ഈ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇനിയും വളരെ ദൂരെ പോകേണ്ട ചില പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യക്രമത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ജനുവരി 10 വിശ്വഹിന്ദി ദിവസമായി ആചരിക്കാറ്. 1975 ജനുവരി 10 നാഗ്പൂരിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് വിശ്വഹിന്ദി സമ്മേളനം നടത്തുകയും 122 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഉണ്ടായി. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഹിന്ദി ഭാഷ സമ്പർക്ക ഭാഷയായിട്ടും വിദ്യാഭ്യാസ മേഖലകളിലും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സ്മരണാർത്ഥം അതൊരു വിശ്വഭാഷയായിട്ട് അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. 2006 അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിശ്വഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എല്ലാ വർഷവും ജനുവരി 10 ഭാരതത്തിൽ വിശ്വഹിന്ദി ദിവസമായി ആചരിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹിന്ദി പ്രജാസഭ എല്ലാ വർഷവും ജനുവരി 10 വിശ്വഹിന്ദി ദിവസമായി ആചരിക്കുക. ഇന്ന് വളരെ സന്തോഷത്തോടെ പറയാം, ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ UN സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ച ഒരു വിശ്വ പൗരനാണ് ഞങ്ങളെ ഇന്ന് ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത്. കേവലം ഒരു MP എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. വിദേശകാര്യമന്ത്രി എന്നതിൽ മാത്രമല്ല, ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളുടെ രചയിതാവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ആനയുടെ മസ്തിഷ്കത്തിൽ ഈ നെറ്റിപ്പട്ടം കെട്ടിയാൽ കാണാനൊരു പ്രത്യേക ചേരുണ്ടെന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളീയർക്ക് മാത്രമല്ല, ഭാരതത്തിൽ തന്നെ ഒരു അലങ്കാരമാണ് ശ്രീ ഡോക്ടർ ശശി തരൂർ. ഞാൻ കൊടുത്തുകയാണ്, സത്യസന്ധമായ കാര്യം. നിരവധി അവാർഡുകളിലും അതുപോലെ തന്നെ തൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള പല മേഖലകളിൽ ഇപ്പോൾ അദ്ദേഹം വിദേശകാര്യ വകുപ്പിൽ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ്. നമ്മളെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സൗഭാഗ്യമാണ്. ഏത് പ്രസ്ഥാനം എന്നുള്ളതിനേക്കാൾ അതീതമായി ഇതുപോലെയുള്ളൊരു വ്യക്തിത്വത്തെ നമ്മളെ റെപ്രസെന്റ് ചെയ്യുവാൻ ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റായിട്ട് വന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് സൗഭാഗ്യമായിട്ട് കാണും. ഇപ്പോൾ ഹിന്ദി ഭാഷ UN അസംബ്ലിയിൽ ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം അന്നത്തെ അത് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പേയിയാണ്. അതിന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഹിന്ദി ഭാഷ UN അസംബ്ലിയിൽ ഔദ്യോഗിക ഭാഷയായി കഴിഞ്ഞു. ഇതാ ഞാൻ കൂടുതൽ തിരക്കിപ്പിക്കുന്നില്ല. എന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഞാൻ പറഞ്ഞ നമ്മുടെ വിശ്വപൗരൻ, ഞങ്ങളുടെ ആദരണീയനായ ഞങ്ങളെല്ലാവരും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആദരിക്കപ്പെടുന്ന ശ്രീ ഡോക്ടർ ശശി തരൂർ MP അവരുടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേരള ഹിന്ദി പ്രജാസഭ അധ്യക്ഷൻ ശ്രീ S. ഗോകുമാർ സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഞാൻ ഔപചാരിക പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ എന്നിവിടെ മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി നടക്കുകയാണ്.
നിങ്ങൾക്കറിയാം, നമ്മുടെ വിമൻസ് കോളേജിൽ നിന്നും വിഭാഗാധ്യക്ഷയായി പിരിഞ്ഞ സർവീസിൽ നിന്ന് പിരിഞ്ഞ ഡോക്ടർ പ്രസന്നകുമാരി ടീച്ചറിന്റെ നേതൃത്വത്തിൽ മുഖ്യ സംവാദകരായിട്ട് മലയാളം സാഹിത്യക ഇതിഹാസം എന്ന് പറഞ്ഞ പുസ്തകം, മലയാളം സാഹിത്യത്തിലെ ഹിന്ദി പതിപ്പ്, മലയാളം സാഹിത്യം എന്താണ് എന്നുള്ളത് മലയാളത്തിന് പുറത്തുള്ളവരും അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തയ്യാറാക്കിയത് ഡോക്ടർ സുമയും ഡോക്ടർ ലതീഫൊക്കെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം കൂടി ഇന്നിവിടെ വെച്ച് നടക്കുകയാണ്. അങ്ങനെ വേദിയിൽ ഡോക്ടർ പ്രസന്നകുമാർ ടീച്ചറുണ്ട്. അതുപോലെ തന്നെ BEd കോളേജ്, നമ്മുടെ ആചാര്യ BEd കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മധുബാല ചേച്ചി, നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സെന്ററിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ CH കുമാർ സാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു മുഖ്യാതിഥിയായിട്ട് വേറൊരാണ് ഡോക്ടർ KC അജയ് മാസ്റ്റർ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. കലാകാരത്തെ പ്രകാശമുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും മുൻനിരയിൽ നിന്നുകൊണ്ട് ഹിന്ദിയെ മാത്രം സ്നേഹിക്കുന്ന ഇതുപോലൊരു എഴുത്തുകാരൻ അദ്ദേഹം ഇന്ന് ഇവിടെ സന്നിധനായിട്ടുണ്ട്. അതുപോലെ പിന്നീട് നമ്മുടെ ഡോക്ടർ ശ്യാംജി നമുക്ക് ഇന്ന് വുമൻസ് കോളേജിലെ ഹിന്ദി വിഭാഗാധ്യക്ഷയാണ്. അതുപോലെ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ മുരളീധരൻ സാർ, ദയാനന്ദൻ സാർ, അനൂർ സാർ, ശ്രീ ചന്ദ്രശേഖർ സാർ, ഇങ്ങനെ എല്ലാവരും വേദിയിലുണ്ട്. അതുപോലെ തന്നെ സദസ്സിന്റെ മുൻനിരയിൽ ധാരാളം ഡോക്ടർ വീരേന്ദ്രൻ സാറുണ്ട്, ആദരണീയനായ തകപ്പദാർ സാറുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ മുൻനിരയിലുണ്ട്. അധ്യാപകരുണ്ട്, ജീവനക്കാരുണ്ട്, അതുപോലെ അധ്യാപക വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഞാൻ ആത്മമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. आखिर में श्री शशि तरूर देव जी द्वारा किया जाएगा। इस कार्यक्रम का उद्घाटन करके सभा बनाने के लिए लोकसभा का सदस्य श्री शशि तरूर जी को आमंत्रित करती हूँ। ബഹുമാനപ്പെട്ട ഡോക്ടർ മധു ബി, നമ്മളെല്ലാവരും ചെന്നാലും സ്വാഗതം പറഞ്ഞു. മധു അധ്യക്ഷനായ നമ്മുടെ ഈ ഹിന്ദി പ്രചാരസഭ അധ്യക്ഷൻ ശ്രീ എസ് ഗോപകുമാർ, ഡോക്ടർ CJ പ്രസന്നകുമാരി, ഡോക്ടർ മധുബാല ജയചന്ദ്രൻ, ഇവിടെ ഇരിക്കുന്ന ഓരോരോ പ്രധാനപ്പെട്ട വ്യക്തികളെ, ഡോക്ടർ VV വിശ്വം, ഡോക്ടർ ഷാംലി, ഡോക്ടർ KC അജയ് കുമാർ, ഡോക്ടർ PJ ശിവകുമാർ, ഡോക്ടർ G സദാനന്ദൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹിന്ദി പ്രചാര ദിവസത്തിന് മലയാളം സംസാരിക്കേണ്ട വലിയ അർത്ഥമുണ്ടോ? എന്തായാലും രണ്ട് ഭാഷയിൽ സംസാരിച്ച് നോക്കാം. पहली बात यह है कि हिंदी प्रचार दिवस के हार्दिक शुभकामनाएं आप सब लोगों को। आज एक ऐसा महत्वपूर्ण दिन है जहां आपको ये अवसर हाथ में लेना चाहिए। हमारी हिंदी की समृद्धि और महिमा को बढ़ाने का एक अवसर है। तो अगर आप आगे हिंदी ज़्यादा बोलें तो आपकी हिंदी को इस्तेमाल करते हुए इस दिन का महत्वपूर्णता ज़्यादा बढ़ जाएगा। ഞാൻ കൂടുതൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞത് മനസ്സിലാക്കണമല്ലോ. പക്ഷെ എന്തായാലും നിങ്ങളൊക്കെ ഹിന്ദി പഠിക്കുന്നവരാണ്, മനസ്സിലായി പഠിപ്പിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ഇത് 1934 സ്ഥാപിച്ച ഒരു ഹിന്ദി പ്രചാര സഭയാണ്. നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിലും പല തർക്കങ്ങളുണ്ട് ഭാഷയുടെ വിഷയങ്ങൾ. പക്ഷേ കേരളം എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ ഒരു സംസ്ഥാനം. നമുക്കൊക്കെ കുറേ വർഷങ്ങളായിട്ട് മറ്റേ ദക്ഷിണ ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങൾ ഹിന്ദി ഇംപൊസിഷൻ വേണ്ടാന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ, തമിഴ്നാട് ഉദാഹരണമാണെങ്കിൽ അവർക്ക് ഹിന്ദിയെ പൂർണ്ണമായിട്ട് റിജക്ഷനായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഹിന്ദി പഠിക്കാനും എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഒരു സെക്കൻഡ് ലാംഗ്വേജായിട്ട്, തേർഡ് ലാംഗ്വേജായിട്ട് അറിയപ്പെടാൻ നമ്മൾ തയ്യാറാണ്. എന്നിട്ടും നമ്മുടെ ഹിന്ദിയുടെ ക്വാളിറ്റി വലിയ ഗുണമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഹിന്ദി പ്രചാര സഭയിൽ വന്നിട്ട് നിങ്ങൾ ഹിന്ദി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി പഠിക്കണമെന്നും ഒരു അഭ്യർത്ഥന. ശരിക്കും മലയാളികൾക്ക് ഹിന്ദി സംസാരിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കണം. കാരണം നമ്മളുടെ ഭാഷയിൽ എല്ലാ ഭാരതീയ ഭാഷയിലത്തെ എല്ലാം വെച്ച് കൂടുതൽ ശതമാനം സംസ്കൃത വാക്കുകളുള്ള ഭാഷയാണ് മലയാളം.
അതുകൊണ്ട് ഒരേ വേലിയാണ് ഹിന്ദിയിലുമുള്ളതും നമ്മുടെ. അഫ്കോഴ്സ് ഹിന്ദിയിൽ സംസ്കൃതം മാത്രമല്ല, പല വേറെ ഭാഷകളും ഹിന്ദി സ്ഥാപിക്കാൻ തുടങ്ങിയ കാലത്ത് ഉറുദു, ടർക്കിഷ്, അറബിക്, പേർഷ്യൻ ഈ ഭാഷകളിലെ എല്ലാത്തിൻ്റെയും ശബ്ദങ്ങളും വന്നിട്ടില്ല. നമ്മുടെ ഭാഷയിൽ അത്ര കയറിയിട്ടില്ല. അപ്പോൾ ചില വാക്കുകൾ നേരിട്ട് ആ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഷകളിൽ കയറിയിട്ടാണ് ഹിന്ദി ഭാഷയിൽ വന്നിരിക്കുന്നത്. പക്ഷേ സംസ്കൃതത്തിൽ വന്ന വാക്കുകൾ ഒരു നല്ല ശതമാനം രണ്ട് ഭാഷയിലും ഒരുമാതിരി ഒരേ വാക്കുകളുണ്ട്. നമ്മൾ കേരളത്തിൽ സംസ്കൃതം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും എടുത്തിട്ട് നമ്മൾ ആ സംസ്കൃതത്തിൻ്റെ ഒരു അവസാനമുണ്ടല്ലോ, വിശ്രമം. അതിന് ഹിന്ദി ചിലപ്പോൾ ഉപേക്ഷിച്ച് വിശ്രാം എന്ന് പറയും. പക്ഷെ വാക്ക് ഒന്ന് തന്നെയാണ്, അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളൊന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദിക്കാരൻ പറയായിരിക്കും വിശ്രാം കീജിയെ. പക്ഷെ അവസാനത്തിൽ ആ വേരി ഒന്നായ കാരണം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവണം ഒരു ഹിന്ദി വൊക്കാബുലറി നന്നായി ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. യൂറോപ്പിലും പല ഭാഷകൾ ഒരേ ലാറ്റിനോ ഗ്രീക്ക് വേരിയിൽ നിന്ന് വന്നിട്ടും കൂടി ചിലപ്പോൾ ആ ഒരേ വേരിയിൽ നിന്ന് വന്ന വാക്കുകളുടെ അർത്ഥം മാറാനുള്ള സാധ്യത കാണും. അത് നമ്മൾക്ക് ഉണ്ട്. ഫ്രഞ്ചിന് അതൊരു എക്സ്പ്രഷൻ പറഞ്ഞാൽ ദുഷ്ടമായ സുഹൃത്തുക്കൾ. നമ്മൾ ചിലപ്പോൾ ഒരേ വാക്ക് പോലെ തോന്നിയ ഒരു വാക്ക് ഹിന്ദിയിൽ കേൾക്കുമ്പോൾ നമ്മളതിന് മലയാളം അർത്ഥം മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്കാണ് തെറ്റ്. ഒരു ഉദാഹരണമാണ്, മലയാളത്തിൽ പ്രയാസം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, പക്ഷെ ഹിന്ദിയിൽ പ്രയാസം എന്ന് പറഞ്ഞാൽ ശ്രമമാണ്. ആ പ്രയാസ് കീജിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കണമെന്നല്ല അർത്ഥം, നിങ്ങൾ ക്ഷമിക്കുമെന്നാണ്. കോഷിഷ് കീജിയ എന്ന് പറഞ്ഞാൽ പ്രയാസ് ഹിന്ദിയിൽ. പക്ഷെ നമ്മുടെ ഭാഷയിൽ അർത്ഥം കംപ്ലീറ്റ്ലി വേറെ. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ ഉള്ള വാക്കാണ് പ്രതീക്ഷ. ഹിന്ദിയിലും പ്രതീക്ഷയുണ്ട്, ഇവിടെയും പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മളുടെ പ്രതീക്ഷ എക്സ്പെക്റ്റേഷനാണ്. എൻ്റെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് വന്ന് പഠിക്കുന്നത്. അതൊരു പ്രതീക്ഷയാണ്. ഹിന്ദി അത് പറഞ്ഞ അർത്ഥമില്ല. ഹിന്ദിയിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാത്തിരിക്കലാണ്, വെയിറ്റിംഗ് ആണ്, ആൻറ്റിസിപ്പേഷനോ എക്സ്പെക്റ്റേഷനോ അല്ല. അപ്പോൾ ആ പ്രതീക്ഷ കിട്ടിയെന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രതീക്ഷയല്ല. അപ്പം ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മലയാളം വാക്കുകളിൽ നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ തെറ്റുവരും. എനിക്കും അനുഭവം ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചെറിയൊരു ടിപ്പ് പങ്കെടുക്കുന്നത്. നമ്മളൊന്ന് സൂക്ഷിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ നേരിട്ട് പറയട്ടെ, ഇന്നത്തെ ഈ ലോകത്ത് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് ഹിന്ദിയുടെ ഉപയോഗം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഭാരതത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ കാണാൻ സാധിച്ചിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് കൂടുതൽ ഹിന്ദി ഉപയോഗം എല്ലാവരുടെയും എത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഞാൻ വന്നിട്ടൊരു MP ആയിട്ട് 16 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം 2009 വരുമ്പോൾ ഒരു കൺവെൻഷനായിരുന്നു, എല്ലാ പാർട്ടികളും സ്ഥാപിക്കുന്ന കൺവെൻഷൻ. ഒരു MP ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചോദ്യം ചോദിച്ചാൽ മന്ത്രി ഉത്തരവാദിത്തമാണ് അതേ ഭാഷയിൽ മറുപടി പറയണം. പക്ഷെ ആ ഹിന്ദി അറിയാത്തൊരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹം ഹിന്ദി ഭാഷ ചോദ്യം ചോദിച്ചിട്ട് കേട്ടിട്ട് ഇംഗ്ലീഷിൽ മറുപടി പറയും. പക്ഷെ അറിയുന്നൊരു ഭാഷയിൽ മറുപടി പറയും. ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ആ കൺവെൻഷൻ വേണ്ട വെച്ചു. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന മന്ത്രിമാരും കൂടി ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാൽ കൂടി അവർ ഹിന്ദിയിൽ മറുപടി പറയും. അങ്ങനെ ഒരു മാറ്റം വന്നതിൻ്റെ കാരണം അവരുടെ രാഷ്ട്രീയമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഹിന്ദി അറിയാത്തത് വലിയൊരു നഷ്ടമാണ്. നമ്മുടെ ദക്ഷിണ ഭാരതത്തിൻ്റെ MP-മാർ 90% ഹിന്ദി സംസാരിക്കാത്തവരാണ്. അവർക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. അവർ ട്രാൻസ്ലേഷൻ ഹെഡ്സെറ്റ് കൂടി കേട്ടിട്ടാണ് അവർക്ക് ഒരു ഇൻ്റർവെൻഷൻ ചെയ്യാൻ സാധിക്കുക. ചിലപ്പോൾ ട്രാൻസ്ലേഷൻ 100% ശരിയായിരിക്കില്ല, അതിവേഗം പറയില്ല, ചില പോയിന്റുകൾ വിട്ടുപോകും. അതുകൊണ്ട് നമുക്കൊരു ഭാഷ അറിയുന്നത് പാർലമെൻറ്റിൽ കൂടി അതിൻ്റെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഹിന്ദിയുടെ ഉപയോഗം കൂടിയിട്ടുള്ളത്. ഈ BJP സർക്കാർ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഫയൽ നൊട്ടേഷൻസ് കൂടി ഹിന്ദിയിൽ എഴുതണം. അതോടെ ചില വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി പഠിക്കണത്, അഥവാ നിങ്ങളുടെ ഉദ്ദേശമാണ് കേരളത്തിൻ്റെ വെളിയിൽ ജോലി എടുക്കണം, സർക്കാർ ജോലി എടുക്കണം, അല്ലെങ്കിൽ സർക്കാരിന് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം എന്നെപ്പോലെ വിവരക്കേട് ചെയ്ത് രാഷ്ട്രീയത്തിൽ വന്നിട്ട് നിങ്ങളുടെ MP ആവുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഹിന്ദി ഇപ്പോഴേ പഠിച്ചോളൂ നന്നായിട്ട്. അത് ഗുണം ചെയ്യാൻ നിങ്ങൾക്കതാണ് എനിക്കിന്ന് ചൂണ്ടിക്കാണിക്കാൻ. ശരിയല്ല. അത് മാത്രമല്ല, നമ്മൾ
നമ്മളുടെ ഇപ്പോൾ നാഷണൽ എൻ്റർടൈൻമെൻറ്റ് കൂടി കൂടുതൽ ഹിന്ദിയിലാണ്. നിങ്ങൾക്കറിയാം, ബോളിവുഡ് സിനിമ ഇപ്പോൾ നല്ലോണം പ്രോഗ്രസ് ചെയ്തത്. തെലുഗു സിനിമയൊക്കെ ഒരു നാഷണലും ഇന്റർനാഷണലും പ്രാധാന്യം കിട്ടിയത് ചിലപ്പോൾ ഹിന്ദിയിൽ ഡബ് ചെയ്തതാണ്. ഹിന്ദിയിലാണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഈ ജനസംഖ്യ കൂടി വരുന്നത് ഹിന്ദിക്കാരുടെ. ഒരു കാലത്ത് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല, ഏത് ഭാഷയ്ക്കും ഭൂരിപക്ഷമില്ല. ഹിന്ദിയിൽ പറഞ്ഞാൽ 41-42% ഒരു 10 വർഷം 12 വർഷം മുമ്പ്. ഇപ്പോൾ 50% എത്താറായി. ഒരു സംശയമില്ല, അടുത്ത സെൻസസ് വരുമ്പോൾ ഒരു പക്ഷേ ഹിന്ദി ശരിക്കും ഒരു ഭൂരിപക്ഷത്തിന് മാതൃഭാഷയായി അറിയപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അറിയാൻ നിർബന്ധം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരോടും ഇവിടെ പഠിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാൽ കൂടി doesn't matter, തുടരുകൊണ്ടിരിക്കും, കണ്ടിന്യൂ, ബിക്കോസ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ യു. ഇംഗ്ലീഷും അറിയും. ഈ പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസ് ലോകത്തിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാൽ എല്ലാവരുടെയും ഒരു സെക്കൻഡോ തേർഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സമ്പർക്കം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഭാരതത്തിനകത്ത് ഹിന്ദിയുടെ പ്രാധാന്യം കൂടിക്കൂടി വരുന്നൊരു കാര്യമാണ്. എല്ലാ വർഷവും അതിൻ്റെ പ്രാധാന്യം കൂടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥത പഠിച്ച് നിങ്ങളുടെ ടീച്ചർമാരുടെ ഉപദേശമൊക്കെ കേട്ടിട്ട് हिंदी और मुझे बोलूँगा। मैं उससे ज़्यादा नहीं बोलना चाहता था, मैं सिर्फ आपको ये समझाना चाहता था कि हिंदी एक दूर की भाषा नहीं है। आप लोग शायद सेकंड या थर्ड या चौथी सब्जेक्ट के रूप में आप पढ़ रहे होंगे, लेकिन ऐसे मत सोचिएगा। सोचिए कि ये मुझे उपयोग हो सकता है। इस देश में हिंदी इस्तेमाल करने के लिए मुझे भी काफ़ी बेनिफिट्स मिल जाएगा। इसलिए आप हिंदी इस स्पिरिट में आप पढ़ लीजिए कि हमारे देश में सब कुछ जैसे चल रहा है हिंदी की ज़रूरत काफ़ी है। मैं एक छोटा सा एक ये देखा, छोटा सा दोहा, एकता संवाद और संस्कृति की पहचान हिंदी भाषा के करे सभी समान। तो ये है आज का नारा, उन्नत मुद्रा वाक्य। हिंदी पढ़िए। विश्व हिंदी दिवस के सब लोग को हार्दिक शुभकामनाएं। नमस्कार। धन्यवाद जी। ഡോക്ടർ CJ പ്രസന്നകുമാർ എഡിറ്റ് ചെയ്ത മലയാള സാഹിത്യ ഇതിഹാസ് പുസ്തക പരിചയത്തിന് വേണ്ടി ഡോക്ടർ ഷാംലി എന്നെ ക്ഷണിക്കുന്നു. प्रणाम। आदरणीय अध्यक्ष, मंच में बैठे गणमान्य व्यक्ति, हमारे माननीय सांसद शशि थरूर जी और सभा में बैठे गुरु समान तंगपन जी, विनय सर, शांति मैम और मेरे अध्यापक बंधुओं और बच्चों, सबको प्रणाम। मैं अपने आप को खुशकिस्मत समझती हूँ कि मुझे इस मंच में बैठकर आदरणीय शशि थरूर जी आपने जो बोला, आपका भाषण सुनने का मौका मिला, इस पर खुशकिस्मत समझ रही हूँ। हम अक्सर देखते हैं संसद में आप सवाल किस प्रकार उठाते हैं और उस पर किस प्रकार चर्चा करते हैं और उसके आपके बातों के बीच आप जिस प्रकार शेर और शायरी को आप इस्तेमाल करते हैं वो उससे भी हम वाकिफ़ हैं। धन्यवाद सर। मैं अपने जिम्मेदारी की ओर जा रही हूँ। मेरा कर्तव्य है पुस्तक का परिचय देना। मेरे लिए बहुत कम समय दिया है, 5 मिनट है, मैं उसके भीतर ही बोलने की कोशिश करूँगी। किताब का नाम है मलयालम साहित्य का इतिहास। मुख्य संपादक है डॉक्टर PJ प्रसन्न कुमारी जी। भूमिका बांधते हुए यहाँ स्वागत भाषण बोलने वाले बता दिए कि वे हमारे भूतपूर्व विभाग अध्यक्ष हैं, सेवानिवृत्त हो गई है, 31 साल का परिचय है उन्हें। उनके अधीन में 17 PhD थीसिस निकल चुके हैं। सेवा के बाद भी, सेवानिवृत्त होने के बाद भी वे अब भी कायम है, लिखती रहती है। बहुत सारे पुरस्कार उन्हें मिले हैं। उनमें सबसे अहम पुरस्कार है केरल साहित्य अकादमी पुरस्कार। इसके साथ ही साथ इनके इस किताब में
उपसंपादक के रूप में डॉक्टर सुमा जी और डॉक्टर लता जी ने काम किया है और इसके अंतर्गत बहुत सारे लेख, लगभग 32 लेख लिखे हैं। ये सभी हिंदी के प्रोफेसर्स और शोध छात्राएं लिखे हैं। बहुत ही उम्दे तरीके से इन्होंने इस लेख में कार्य किया है और इसका प्रकाशन किया है अमन प्रकाशन। अभी मैं किताब की ओर आगे चल रही हूँ, इसका परिचय दे रही हूँ। मलयालम भाषा की उत्पत्ति से लेकर साहित्य की विभिन्न गतिविधियों का आकलन इसमें हुआ है। मलयालम साहित्य की अपनी विशेषताओं पर प्रकाश डालते हुए इन्होंने भिन्न भिन्न कालखंड की अलग अलग प्रवृत्तियों पर प्रकाश डाला गया है। मतलब कि इसकी शुरुआत होती है भाषा की उत्पत्ति से और पद्य साहित्य, मलयालम लोकगीत है, मणिप्रवालम साहित्य है, संदेश काव्यम है, चेरुशेरी, नंबूदिरी और कृष्ण गाथा, जैसे आपको मालूम है मलयालम में इसका हिंदी में इसका लेख लिखा गया है। और किलिपाट विधा एवं एഴുത്തച്ഛൻ, पूंतानम नंबूदिरी, मलयालम नौका गीत और रामपुरत वार्य नाटक कथा, और जिसे कवित्रय बताते हैं, कुमारनाशान, उल्लूर और वल्लतोर, उनके बारे में भी, उनके साहित्य के बारे में मतलब पूरा एक परिचय उसमें मिला है। और इसके साथ अगर आगे जाए तो कविता, मलयालम के अन्य विधा जैसे विधा साहित्य जैसे उपन्यास है, कहानी है, आलोचना है, निबंध साहित्य है, आत्मकथा जीवनी है, हास्य व्यंग्य है, यात्रा साहित्य है, बाल साहित्य है, वैज्ञानिक साहित्य है, नारी विमर्श, इन साहित्यों में जो नारी विमर्श है उसको भी रेखांकित किया गया है, उस पर भी प्रकाश डाला गया है। मलयालम के दलित साहित्य है उनको भी प्रकाशित किया गया, उसमें भी इन्होंने प्रकाश डाला है। और ज्ञानपीठ, मलयालम के ज्ञानपीठ विजेता साहित्यकार है, उनको भी लिखा गया है इसमें। तो इस प्रकार मलयालम साहित्य के संपूर्ण इतिहास को जिसे बताना चाहूंगी कि मलयालम साहित्य एक सागर की तरह है। उस सागर को एक गागर में रखने का कार्य इन्होंने और उनके दोस्तों ने मिलकर किया है। बहुत ही जैसे शोध कार्य करने के लिए जो लोग आते हैं, हिंदी या हिंदी के गैर हिंदी भाषा के लोग, शोध छात्राएं या अन्य भाषा के जितने भी लोग हैं, उनके लिए बहुत ही ये किताब जो है, ये जो ग्रंथ जो है उपयोगी रहेगा। उसके साथ साथ मैं ये भी जोड़ना चाहती हूँ कि अपने इस कोशिश में इनके लिए इनकी ये किताब लिखने की जो प्रेरणा ये इन्होंने बताया है कि 2020 में ये केंद्रीय हिंदी निदेशालय में और वाराणसी और दक्षिण बिहार केंद्रीय विश्वविद्यालय में ये एक व्याख्यान माला के लिए गई थी। तो उसके दौरान वहाँ व्याख्यान माला के दौरान उन्होंने व्याख्यान में मलयालम साहित्य के बारे में बताया। तो उस व्याख्यान में भाग लेने वाले, उसमें जो सभा में जो लोग बैठे थे, तो कक्षा में जो लोग बैठे थे, वो लोग अक्सर गैर हिंदी साहित्य के लोग थे, गैर हिंदी प्रदेश के आए हुए थे। तो उनके सामने इन्होंने मलयालम की इतना पूरा एक विवरण रखा। तो उन्होंने, उन बच्चों ने एक सिफारिश की कि मैम आप कृपया इस पर कुछ और काम कीजिए, इस प्रकार की बढ़िया लेख लिखिए, ताकि हिंदी प्रदेश में से जितना भी मलयालम साहित्य में जितना भी रचनाएं लिखी जाती है, जितने उम्दे साहित्यकार हैं, उन सभी का परिचय हमें मिलेगा। तो इनमें से इनकी प्रेरणा जो है उसी कक्षा में से मिली थी और उन्होंने इस प्रकार पुस्तक के रूप में इन्होंने लिखने का कोशिश किया। और उनके इस कार्य में, लेखन कार्य में ऊर्जा भरने वाले थे इनके सारे दोस्त। तो इनके सारे दोस्त इसमें लेख लिखे हैं। तो कुल ही बताना चाहूंगी कि तुलनात्मक साहित्य के अध्येताओं के लिए, शोधार्थियों के लिए भारतीय अस्मिता का साकार करने की जो अध्ययन होता है, उनमें ये किताब एकदम आधार ग्रंथ रहेगी। और मलयालम भाषा साहित्य का इतिहास को जानने के लिए, उसके बारे में आलोचना करने वालों के लिए ये पुस्तक अवश्य एक आधार ग्रंथ ही साबित होगा। एक रेफरेंस किताब की तरह हम हाथ में ले जा सकते हैं। तो ये है मेरे इस किताब के बारे में, मेरे अध्ययन के बाद में मेरा पुस्तक का परिचय। और मैं अभी अध्यक्ष से बोलना चाहूँगी, धन्यवाद अदा करना चाहूँगी कि मुझे अपने यहाँ आने का मौका दिया। धन्यवाद सर। നന്ദി മാം. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ KC അജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയും ലോകസഭാ അംഗവുമായ ബഹുമാനപ്പെട്ട അവർഗർ ശശിധരി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
लोकसभा का सदस्य श्री शशि तरूर जी और स्वागत भाषण करने वाले केरल हिंदी सभा के पुस्तक का संपादन करने वाली डॉक्टर सीजे प्रसन्न कुमारी जी, पुस्तक परिचय करने वाली डॉक्टर शर्ली एमएस और पुस्तक सीखने डॉक्टर वीवी डॉक्टर अजय कुमार केसी और साधुजनों एवं देवियों, मेरा प्यार भरा नमस्कार। आज हमारे लिए बड़ी खुशी की बात है कि हिंदी दिवस विश्व हिंदी दिवस है। आप लोग जानते हैं सितंबर 14 जो है हिंदी दिवस के रूप में हम मनाते हैं, लेकिन विश्व हिंदी दिवस के रूप में आज का दिन है 10 जनवरी है। तो आज के इस अवसर पर हमारे प्रिय उद्घाटक डॉक्टर शशि तरूर जी ने बताया कि मलयालम के जो शब्द है वो हिंदी में उसका अर्थ अलग होता है। देखिए, और तमिलनाडु के बारे में भी उन्होंने बताया, वहाँ के लोग हिंदी सीखते हैं, समझते हैं और पढ़ते हैं। केरल में आकर वहाँ हिंदी के विरोध है। जो भी हो वे भी हिंदी पढ़ते हैं, हिंदी सीखते हैं। देखिए, वहाँ के छात्र छात्राएं यहाँ की परीक्षाएं लेते हैं, लिखते हैं और परीक्षा में उत्तीर्ण हो जाते हैं। उसमें लिए मन में कोई विरोध नहीं है, कुछ न कुछ कारण जरूर होगा हिंदी का विरोध तमिलनाडु में, लेकिन हमारे लिए इसमें कोई विरोध का भाव नहीं है। हम मातृभाषा के रूप में मलयालम पढ़ते हैं और अन्य भाषा के रूप में अंग्रेजी पढ़ते हैं और राजभाषा के रूप में हिंदी सीखते हैं। हमारे इसमें कोई विरोध नहीं है। देखिए, राजभाषा के रूप में हिंदी राष्ट्रभाषा के रूप में नहीं आशा कर रहे हैं कि जल्दी हिंदी हमारी राष्ट्रभाषा बने, हम आशा करेंगे। लेकिन उन्होंने व्यक्ति रूप से बताया, उनकी वाणी की ओर में यही हमारी कामना है। और इसी अवसर पर कि भारत के माननीय प्रधानमंत्री श्री नरेंद्र मोदी ने हम सबों के लिए एक संदेश भेजा है। आप लोगों के हाथ में भी मिला होगा शायद। उसका छोटा सा अंश पैराग्राफ मैं आपको समझाने के लिए पढ़ूंगा यहाँ पर। देखिए, प्रधानमंत्री ने क्या बताया है। डिजिटल युग में हिंदी के प्रचार प्रसार की को एक नई गति प्राप्त हुई है। नए तकनीकी युग, सोशल मीडिया और ऑनलाइन माध्यमों के बढ़ते उपयोग ने इसे विशेष रूप से युवाओं के बीच रुचिकर भाषा के रूप में स्थापित किया है हिंदी को। देखिए, डिजिटल युग के बारे में भी उन्होंने चर्चा की है। इससे हम मुक्त नहीं है, हम इसकी ओर भी जाएंगे ताकि हिंदी की प्रगति हो सकेगी। और देखिए, इसको हम कैसे रुचिकर बनाएंगे। प्रधानमंत्री ने एक शब्द इसमें डाला है, रुचिकर बनाया है। इसको हम कैसे रुचिकर बनाएंगे? क्यों गतिविधियों के माध्यम से हम रुचिकर बनाएंगे। छात्रों के बीच में जो गीत है, जो सिनेमा के बारे में थोड़ी जानकारी शशि तरूर ने हमारे सामने रखा है। देखिए, हिंदी के प्रति जो गीत है, हिंदी के जो गीत है, जो सिनेमा के गीत है, इसके और भी हम बच्चों को ले जाए। जैसे 1 2 3 4 5 6 7 8 9 10 11। देखिए, कितनी अच्छी तरह आप लोगों के मुंह में प्रसन्नता आ गई है। तो ये गिनती है, हिंदी की गिनती है, अपने आप को पढ़ेगा। और राष्ट्रकवि मैथिली शब्द की ओर ले जाए कि उन्होंने क्या बताया, वो पंचवड़ी नामक ग्रंथ है, पंचवड़ी की रचना उन्होंने की है। उसमें जो है, उड़क प्रगट करती है राती हरित तृणों की नोकों से, मानो झूम रहे हैं तरुवी मंद पवन के चोंगों से। देखिए, उड़क प्रगट करती है राती। देखिए, कितनी सुंदरता से उन्होंने इसकी रचना की है। तो बच्चों को इसकी ओर आकर्षित करना हमारा ध्येय है।
इसकी ओर हम कैसे ले जाए, गतिविधियों के माध्यम से बच्चों को इसकी ओर ले जाएंगे। लेकिन मैं ज्यादा नहीं बताना नहीं चाहूँगा, क्योंकि बहुत सारे लोग यहाँ बैठे हुए हैं, अपनी वाणी से हिंदी के प्रति हमारी और जिक्र पैदा करना उनका ध्येय भी होगा। इसलिए मैं अपने कुछ शब्दों के साथ मैं समाप्त करना चाहूँगा। हिंदी दुनिया की एकमात्र ऐसी भाषा है जो आज से अनपढ़ से शुरू होकर ज्ञान से ज्ञानी पर खत्म होती है। देखिए कितना सुंदर शब्द है, और हर भारतीय की शक्ति है हिंदी, एक सहज अभिव्यक्ति है हिंदी। हम हिंदी के प्रति अपने मन को रखेंगे। इन्हीं आशा के साथ आप सभी को विश्व हिंदी दिवस की शुभकामनाएं देते हुए मैं अपनी वाणी यहाँ पर समाप्त करता हूँ। जय हिंद, जय हिंदी। धन्यवाद जी। आशीर्वाद भाषण के लिए डॉक्टर केसी अजय कुमार सर को जैसे आदरणीय मेरे प्रिय जी ने अध्यापक को और सभा में उपस्थित इस सम्मेलन के सहभागियों, विश्व हिंदी दिवस के इस अवसर पर यहाँ पर एक अच्छा सा सम्मेलन हुआ। शशि थरूर जी जैसे महान व्यक्तित्व ने आप सभी को इस विश्व हिंदी दिवस के अवसर पर संबोधित किया। हिंदी सीखने और उसमें प्रवीण होने की आवश्यकता के संबंध में उन्होंने इशारा किया। मेरा विश्वास है आप सब उनके कथनों से हिंदी के प्रति अधिक आकर्षित हुए होंगे। हिंदी अधिक व्यावहारिक ढंग से प्रयोग करने के लिए आप उत्साहित होंगे, यही मेरा विश्वास है। इस दिवस पर एक विशेषता ये भी हुई है, मलयालम साहित्य के इतिहास विषय पर प्रसन्न कुमारी जी की पुस्तक का विमोचन हुआ। शशि थरूर जी ने उसका लोकार्पण किया, और इसकी आवश्यकता के संबंध में मैंने प्रसन्न कुमारी जी से कह रहा था, मलयालम साहित्य बहुत बढ़िया हो सकता है, हम उस पर गर्व कर सकते हैं, लेकिन इसकी महिमा के संबंध में इसमें क्या है, मलयालम साहित्य की क्या विशेषता है। सबको विश्व हिंदी दिवस की शुभकामनाएं। मंच पर उपस्थित आदरणीय अध्यक्ष गोपकुमार जी, आचार्य विभाग के प्राचार्य डॉक्टर मधुबाला जी, डॉक्टर केसी अजय कुमार, डॉक्टर प्रसन्न कुमारी जी, कार्यकारिणी समिति के सदस्य, सभा में उपस्थित आदरणीय तंगाभन्ना जी, मेरे मित्र विनय जी, डॉक्टर शांति जी, लता जी, अध्यापक बंधुओं, प्रिय छात्र छात्राओं, सबको नमस्कार। यहाँ इस कार्यक्रम का भव्य उद्घाटन हो चुका है। इस दिन के महत्व के बारे में सबने आपसे बात की। तो प्रथम विश्व हिंदी दिवस मनाने के 10 जनवरी के यादगार में हर साल हम जनवरी 10 विश्व हिंदी दिवस के रूप में मनाते हैं। लेकिन आज से 18 साल पहले 2006 में ये निर्णय लिया गया कि हर साल उसके बाद नियमित रूप से यह दिन मनाना चाहिए। मेरे कहने का मतलब है, जब प्रथम विश्व हिंदी सम्मेलन 1975 में नागपुर में हुआ था, उसके बाद नियमित रूप से इसका आयोजन नहीं किया गया था। 2006 के बाद भी नियमित रूप से इसे मनाने का काम शुरू किया। तो आज इस दिन के मनाने का उद्देश्य क्या है? विश्व स्तर पर हिंदी भाषा को बढ़ावा देना, हिंदी का प्रचार करना,
और विश्व में हिंदी के प्रचार के लिए उचित कदम बढ़ाना और आवश्यक कार्य करना। तो इस उद्देश्य से ही ये दिन मनाया जाता है। आपको शायद पता होगा कि नेपाल से लेकर ट्रिनिडाड और टोबैगो तक के करीब 12 देशों में हिंदी भाषा बोली जाती है। सबसे अधिक लोग हिंदी भाषा बोलने वाले लोग सूरीनाम और फिजी जैसे देशों में। तो शशि थरूर जी ने उद्घाटन भाषण में बताया कि आज संसद में हिंदी का प्रचार बहुत हो रहा है, अच्छी बात है। लेकिन हमारी सभा की ही बात आप ले लीजिए, 90 साल पूरे होने वाले। इन 90 सालों में कितने ही प्रचारकों ने अपना रक्त बहाकर हिंदी भाषा का प्रचार किया था, लेकिन इनका स्मरण करने के लिए, इनके आदर करने के लिए, इनकी सहायता करने के लिए किसी की भी ओर से कोई कदम नहीं उठा। तो हिंदी भाषा के प्रति भी एक उपेक्षा की भावना है केंद्र सरकार की ओर से, क्योंकि जो स्थान आज संस्कृत भाषा की प्रगति के लिए, प्रचार के लिए केंद्र सरकार कर रही है, ऐसी कोई बात हिंदी के प्रति नहीं हो रही है। ये सच्चाई है। हम जितनी भी प्रशंसा करें हिंदी के पार्लियामेंट में या संसद में इसका प्रचार होता है, फिर भी ये सामाजिक सत्य है कि हिंदी के प्रचार के लिए पहले जिस प्रकार के कदम उठाए जाते थे सरकार के द्वारा, आज उतना प्रयास उनकी ओर से नहीं हो रहा। शायद हिंदी का प्रचार अब स्वयं हो जाएगा, इस विचार से भी हो सकता है, लेकिन हिंदी प्रचार सभा जैसी जो जितने भी संस्थाएं, respected dignitaries, esteemed guests, dear colleagues, my dear students and friends, it's a privilege and honor to stand before you today to celebrate the essence and significance of our beloved language on the occasion of Vishwa Hindi Day celebration. Today, we have already listened the speech by a charismatic personality, Dr. Shashi Tharoor, and he was explaining the importance of learning and also doing our day-to-day life the importance of doing day-to-day life in Hindi also. And he also has mentioned that while preparing or while trying to speak in Hindi, don't try to translate Malayalam as such into Hindi. A few examples also has given. At that time, I could remember another word, Siksha. Siksha in Hindi means education. In Malayalam, it is what? Punishment. So at that day I was remembering that. Anyway, today we gather to commemorate not only the global recognition of Hindi, but also the cultural heritage, traditions and unity it embodies. Hindi, as one of the most spoken languages in the world, do you know that? Most of the people speak in Hindi in the whole world. It's a medium of communication for many of the people, and it's a bridge that connects millions of hearts across nations. It carries with it the beauty of our history, the rhythm of our poetry, the wisdom of our literature, and the identity of our people. Then on this special day, we acknowledge the efforts of those who have tirelessly worked to promote and preserve Hindi on the international platform. The writers, poets, scholars, educators and enthusiasts who have upheld the glory of the language. It is through their dedication
that Hindi has found its rightful place in the global stage. The celebration of Vishwa Hindi celebration reminds us what? What does it remind us? Why do we celebrate Vishwa Hindi celebration here? So have you ever thought of that? We are all assembled here. We celebrate Vishwa Hindi Day. So what does it remind us? Why do we do so? It's because, see, Hindi language, see the interaction of this language or Hindi is not just a tool for communication. Then what? It's not just a tool for communication. Then what else? Something more. That is, they are the carriers of our culture. They carry and they help us to unite us from our diversity. By promoting Hindi, we enrich the cultural network of the world and foster understanding among the diverse communities. So let's take this opportunity to pledge our commitment to nurturing Hindi. How can it be so? How can we nurture Hindi? So it can be through our education. Then by the usage of Hindi, when and where. When and where. Not only in education and literature, we can use it in our daily usage. Then each effort we make to preserve and propagate the language is a step towards honoring our heritage. So as we celebrate today, let us remember that the love of our language and culture is what makes our hearts truly alive. On behalf of everyone here, I extend my heartfelt gratitude to all those who have made this celebration possible here in Kerala Hindi Pradhana Sabha. Let's together celebrate the richness of Hindi and ensure its continued growth and global prominence. I would like to congratulate the effort of Dr. Prasanna Kumari teacher in her effort for translating Malayala Itihasa Sahityam. Malayala Sahitya ka Itihas into Hindi. It's a great work. It's an honor for all of us also. Thank you and wish you all to join Hindi Divas. सबको देशीय हिंदी दिवस की शुभकामनाएं. धन्यवाद. धन्यवाद जी. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി കേരള ഹിന്ദി പ്രചാര സഭയുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആനന്ദകുമാർ സാറിനെ ക്ഷണിച്ചിരുന്നു. सभा के परम आदरणीय अध्यक्ष श्री गोपकुमार सर, सभा के महामंत्री अधिवक्ता माधवी जी, मंच पर आसीन डॉक्टर केसी अजय कुमार, शिव कुमार जी, मधु बाला जी, आप अन्य मेरे 3-4 यहाँ बैठे हैं. लता है, माजिदा है, शांति जी है और केसी अजय कुमार ने इसके मानकीकरण की में हमारी मदद की है. और सब लोगों के मदद से या सबका सहयोग प्राप्त हुआ ताकि हम इसे पुस्तकाकार दे सके. और अमन प्रकाशक भी हमें सहयोग दिया, उन्होंने इसे छाप दिया. इस प्रकार इसके लिए जैसा कि पुस्तक का परिचय देते हुए शामली ने कहा था कि सेंट्रल यूनिवर्सिटी गया और महात्मा गांधी काशी विद्यापीठ के छात्र छात्राओं और प्राध्यापकों ने इसकी प्रेरणा दी थी. उन्होंने कहा आपके साहित्य का इतिहास तगड़ी से हम ज़्यादा प्रभावित हैं, उनकी जमीन हमें अत्यंत पसंद है. आप कृपया अपनी साहित्य के संबंध में हमें बता. आदरणीय अध्यक्ष श्री गोकुमार जी,
माननीय मंत्री अधिवक्ता डॉक्टर मधु जी, पुस्तक संपादक डॉक्टर CJ प्रसन्न कुमारी, डॉक्टर KC अजय कुमार जी, स्नातकोत्तर प्राचार्य डॉक्टर PJ शिवकुमार जी, आचार्य कॉलेज प्राचार्य डॉक्टर मधुबाला जी और मंच पर बैठे कार्यकारिणी समिति सदस्य और मेरे सामने प्रेक्षागृह में बैठे सबको मेरे विश्व हिंदी दिवस का प्रणाम। വിശ്വ ഹിന്ദി ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ ഭാഷയുടെ ഇപ്പോഴത്തെ നിലവാരം ഏതുവരെ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് ഉദ്ഘാടകരും മറ്റ് വിശിഷ്ട വ്യക്തികളും എല്ലാം നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ ഓരോരുത്തരും ഹിന്ദിയിൽ എന്താകണം, അല്ലെങ്കിൽ ഹിന്ദിയെ ഇപ്പോൾ പഠിക്കുന്നത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ എന്താകണം, കേവലം ഒരു ഹിന്ദി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് മുന്നോട്ട് പോകണമോ, അതിലുപരി ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടിയായിരിക്കണം ഇന്ന് ഈ വേദി വിട്ടു പോകേണ്ടത്. ആദ്യമായിട്ട് ഈ വേദി അലങ്കരിക്കുന്ന അധ്യക്ഷനായ ശ്രീ ഗോപകുമാർ സാറിന് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാന്യായ നമ്മുടെ കേരള ഹിന്ദി പ്രജാസഭാ സെക്രട്ടറി ശ്രീ മധു സാറിന് എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി. മലയാളം സാഹിത്യക ഇതിഹാസ് പുസ്തകം എഴുതി ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ കൊണ്ടുവന്ന ഡോക്ടർ CJ പ്രസന്ന കുമാരി അവർക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗം നടത്തിയ ഡോക്ടർ KC അജയ് കുമാർ സാറിന് എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അടുത്തായി ഡോക്ടർ ശിവകുമാർ സാറിന് എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുമാല ജിക്ക് നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വേദിയിലിരിക്കുന്നതും സഭയിലേക്കുമായിട്ടുള്ള എല്ലാവർക്കും ഇന്ന് ഈ യോഗവുമായിട്ട് സഹകരിച്ച് ഈ യോഗം ഇത്രയും വിജയപ്രദമാക്കി തീർക്കാൻ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും ഈ സഭയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.